ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നില്ലല്ലേ? അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലിക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, ഓൾ ഒന്ന് ടച്ച് ചെയ്യണം കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവുന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക കേട്ടോ. ടൈംലെസ് ആണ്. നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ചില സന്തോഷങ്ങൾ വരുന്നു, അതാണ് നമുക്ക് നോക്കാം. അപ്പൊ ആരുടെയൊക്കെ ലൈഫിലേക്കാണ് സന്തോഷങ്ങൾ വരുന്നത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കാർഡൊന്ന് ഷഫിൾ ചെയ്തിട്ടെടുക്കാം. അപ്പൊ ആരുടെയൊക്കെ ലൈഫിലേക്കാണ് പെട്ടെന്ന് വരുന്ന സന്തോഷങ്ങൾ നോക്കാം. പെട്ടെന്ന് ചില സന്തോഷങ്ങൾ ആരുടെയൊക്കെ ലൈഫിലേക്ക് വരുന്നുണ്ട് കേട്ടോ. 7 of Cups. എന്തൊക്കെ സന്തോഷങ്ങളാണെന്നാണ് നമ്മൾ നോക്കുന്നത്. വരാൻ പോകുന്ന സന്തോഷങ്ങളാണ് എന്തൊക്കെയാണ് നോക്കുന്നത്, ആർക്കൊക്കെയാണെന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റിസ്, 7 of Cups, 5 of Swords, 5 of Wands, 5 of Cups, Knight of Wands, King of Cups, Page of Pentacles. ഏഞ്ചൽ മെസ്സേജും കൂടെ നോക്കിയേക്കാം. പെട്ടെന്ന് ചില സന്തോഷങ്ങൾ വരുന്നത്. ഏഞ്ചൽ മെസ്സേജ് ആണ്. മാജിക് ഗാർഡിയൻ. ഏഞ്ചൽ മെസ്സേജസും ഉണ്ട്. നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്ന സന്തോഷങ്ങളാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് ചില സന്തോഷങ്ങൾ വരുന്നെന്ന് പറഞ്ഞാൽ ആർക്കൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. 5 of Swords, ഒരുപാട് പ്രോബ്ലത്തിലൂടെയൊക്കെ പോയിരിക്കുന്ന എനർജി ഉണ്ട്. 5 of Cups. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങൾ. അപ്പം നിങ്ങൾ ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരാണ് കൂടുതൽ പേര്. ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായത് ഓർത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വിഷമിക്കുകയും വേദനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക്. അപ്പൊ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങളുടെ വ്യക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എനിക്കിവിടെ ചില വ്യക്തികൾക്ക് അവരുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടതായിട്ട് കാണുന്നു. അങ്ങനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടവരെ കാണുന്നുണ്ട്. അതുകൂടാതെ നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ വ്യക്തി, അതായത് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആയിരിക്കാം പോയതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ മാതാപിതാക്കളെ പിരിഞ്ഞു നിൽക്കുന്നവരോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത്, അങ്ങനെ ആരൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഏതൊക്കെയോ വിധത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ പലരും നിങ്ങളുടെ ആ നഷ്ടത്തിൽ വേദനിച്ചിരിക്കുകയാണ്. ഒരുപാട് ആ നഷ്ടങ്ങൾ ഓർത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തെങ്കിലും സാമ്പത്തികമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തിക സ്ഥിതിക്ക് ഉണ്ടായിരുന്നവരായിരിക്കാം. ഇപ്പൊ ഒരുപക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് കടം കയറിയിരിക്കുന്നവരായിരിക്കാം. അപ്പൊ അതൊക്കെ ഓർത്ത് ഇങ്ങനെ നഷ്ടങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായത് ഓർത്തിട്ട് വീണ്ടും വീണ്ടും റിവൈൻഡ് ചെയ്ത് ഓർത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞു പോയ നിങ്ങളുടെ കാലങ്ങളാണ്. അപ്പൊ അതൊരിക്കലും തിരിച്ചു വരും. നമ്മൾ എത്ര കിടന്ന് ഓർത്തിട്ട് അതിനെക്കുറിച്ച് വേവലാതിപ്പെട്ടാൽ അത് തിരികെ വരില്ല. അപ്പൊ നമ്മള് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും വരുന്നത്. അങ്ങനെ നിങ്ങളുടെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ ഇങ്ങനെ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടങ്ങൾ ആരെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് ഓർത്ത് എപ്പോഴും നിങ്ങൾ ആ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ചിന്തകളിൽ പ്രധാനമായിട്ടുള്ളത്. എപ്പോഴുമെങ്കിലും അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വീണ്ടും അതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക. അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങൾ പാടെ നിങ്ങൾ ഉപേക്ഷിക്കും എന്ന് പറയുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു പോയി, അതിനെ പൂർണ്ണമായി നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറ്റി വെക്കുക. നിങ്ങൾക്ക് ഇപ്പം പ്രസന്റിൽ സന്തോഷിക്കാൻ എന്താണ് വേണ്ടത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ ഫ്യൂച്ചറിലേക്ക് വേണ്ടതിനെ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. അതായത് ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുക. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക്, ഫ്യൂച്ചറിൽ എന്തൊക്കെ വേണം, അതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും.
അപ്പൊ അങ്ങനെ നിങ്ങളോട് പറയുന്നുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുന്നവരോട് ഒരുപാട് പേരോട് ആരൊക്കെയോ യൂണിവേഴ്സ് പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ ഒരു വാണിംഗ് തരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് പലതും വരാനായിട്ട് തടസ്സപ്പെട്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അതൊക്കെ ഓർത്ത് വീണ്ടും വീണ്ടും നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ അതൊന്നും ഇനി ആ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ പോസിറ്റീവ് മൈൻഡിൽ ഇരുന്നെങ്കിലേ ഉള്ളൂ. അല്ലെ എനിക്കൊരു ജോലി വേണം, അല്ല പണം വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. അപ്പൊ നിങ്ങളുടെ ലൈഫിലെല്ലാം ബ്ലോക്കായി കിടക്കുവാണ് പലരുടെയും. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് മാറി നല്ല രീതിയിൽ മെഡിറ്റേഷൻ, മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യണം. ചില വ്യക്തികൾ കഴിഞ്ഞതൊക്കെ പൂർണ്ണമായി മറന്നിട്ട് ഇനി വേണ്ട കാര്യങ്ങൾ അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്, നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത 5 കപ്പ് എനർജിയിലുള്ളവരോടാണ് പറയുന്നത്, നിങ്ങളും ആ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് ഈ ഒരു കിങ് കപ്പ് എനർജിയിലേക്ക് വരിക. എപ്പോഴും മെഡിറ്റേഷനും പ്രാർത്ഥനയൊക്കെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, നിങ്ങൾ വേണ്ട കാര്യങ്ങളിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിലുള്ള തടസ്സങ്ങളൊക്കെ മാറും. ഇപ്പൊ നിങ്ങളുടെ പലരുടെ ലൈഫിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരാൻ മടിച്ചു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, നിങ്ങളത് കാണുന്നില്ല, നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ടാവാം, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ ചിന്ത അതിലല്ല, നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യുന്നില്ല, നിങ്ങൾ വേറെ എന്തിലൊക്കെയോ നെഗറ്റീവ്സിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത്, അതുകൊണ്ടാണ് തടസ്സങ്ങൾ നിങ്ങളുടെ മുന്നിൽ. അപ്പൊ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പലർക്കും സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ജോലി ലഭിക്കുമെന്ന് ഇവിടെ പറയുന്നുണ്ട് പലർക്കും. നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നുണ്ട്, ജോലി ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ കോടതിപരമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കേസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ട്. നിങ്ങളുടെ കേസിൽ നിങ്ങൾക്കുണ്ടായിരുന്ന, നിങ്ങളുടെ ആ കേസ് ജയിക്കാൻ വേണ്ടിയിട്ടുണ്ടായിട്ടുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ പോവുകയാണ്. നിങ്ങൾ ആ കേസ് ജയിക്കാൻ പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ കേസ് കോടതിയിലുള്ളത്, നിലവിലുള്ളത്? ഒരു പക്ഷേ വസ്തുതർക്കത്തിന്റെ കേസാവാം, അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ കേസാവാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള കേസാവാം. അങ്ങനെ എന്ത് കേസായാലും നിങ്ങളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജസ്റ്റിസ് ലഭിക്കാൻ പോകുമെന്ന് കാണിക്കുന്നു, നീതി ലഭിക്കാൻ പോകുമെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നുണ്ട്. ഒരുപാട് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ വിദേശയാത്ര അതിന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ പോകാനുള്ളതുണ്ട്. നിങ്ങൾക്ക് മാരേജ് ആഗ്രഹിക്കുന്നുണ്ട്, മാരേജ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് അതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു തുടങ്ങും അത് കേട്ടോ, ഏത് കാര്യമാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞതൊക്കെ വിട്ടുകളയും, ഇനി നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ലൈഫ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷിച്ച് പോയതിന്റെ പേരിൽ ആ ഒരു വ്യക്തിയെ ഓർത്തിട്ടാണ് വിഷമിച്ചിരിക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് കാണിക്കുന്നത്. പക്ഷെ ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് പോയിട്ടുള്ളത് തിരികെ വരില്ല. അവർക്ക് വേറെയും ചോയ്സസ് ഉണ്ട്. അതുകൊണ്ടാണ് ചിലവര് തിരികെ വരില്ല, അവർക്ക് വേറെയും ചോയ്സസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് നാളായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കും, ഫോൺ കോളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ പ്രതീക്ഷിച്ചിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. സ്നേഹം ഇല്ലാത്തത് കൊണ്ട് തന്നെ പോയത്. സ്നേഹമുള്ള വ്യക്തികളാണ് അത്രയും നാളും പിരിഞ്ഞിരിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെയാണ് പോയെന്ന് വിചാരിക്കുക. അപ്പൊ കുറച്ച് നാളൊക്കെ ആയിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. ആ ഒരു വ്യക്തിയും എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടാണ് നിങ്ങളിത് മാറി നിൽക്കുന്നത്. ആ ഒരു വ്യക്തി നല്ലവണ്ണം നിങ്ങളെ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും തിരികെ വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ നല്ലവണ്ണം മാനിഫെസ്റ്റ് ചെയ്യും, പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ, നല്ലൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പല കാര്യങ്ങളും ചേഞ്ച് ആവുന്നതായിട്ട് പണ്ട് കാണിക്കുന്നത്. നിങ്ങൾക്ക് ജോലിയൊക്കെ ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്നുണ്ട്. നിങ്ങൾ എവിടെന്നെങ്കിലും കുറച്ച് സാമ്പത്തികം ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് വരുന്ന സന്തോഷങ്ങൾ. ഇനി നിങ്ങൾ ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജസ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾ എയർ ഗാർഡിയൻ പറഞ്ഞ എയർ സൈൻ ആണ് കേട്ടോ. എയർ ഗാർഡിയൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഷിഫ്റ്റ് യുവർ ഡയറക്ഷൻ. നിങ്ങളുടെ റിയാലിറ്റി മനസ്സിലാക്കി ചേഞ്ച് ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളുടെ റിയാലിറ്റി, അതായത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ, നിങ്ങൾക്ക് ഏത് അവസ്ഥയിലേക്കാണോ ചേഞ്ച് ചെയ്യാൻ വേണ്ടത്,
അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഏത് അവസ്ഥയിലേക്കാണോ മാറേണ്ടത് ആ ഒരു രീതിയിലേക്ക് മൈൻഡ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചേഞ്ച് ആവാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ മൈൻഡ് ഇവിടെ 5 കപ്പ് എനർജി പറയുന്നത് തന്നെയാണ്, അതുപോലെ തന്നെയാണ് നിങ്ങളുടെ മൈൻഡ് ഇപ്പം പ്രസന്റും അല്ല ഫ്യൂച്ചറും അല്ല പാസ്റ്റിലാണ്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാനാണ് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ നിങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ കാണാതെ ഇരുന്നോട് കരച്ചിലാണ്, എനിക്ക് സാമ്പത്തികം ഇല്ല, എനിക്ക് സാമ്പത്തിക എന്റെ മൈൻഡ് ഭയങ്കര ഡൗൺ ആണ്, ഞാൻ വല്ലാതെ ഡൗൺ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരച്ചിലാണ്, പ്രോബ്ലമാണ്. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞതിനെയൊക്കെ വിട്ട് കളയാന് പറഞ്ഞു. കഴിഞ്ഞതിനെ വിട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പൊ പ്രസന്റ് ഫ്യൂച്ചറും വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിയാലിറ്റി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോവാനാണ് പറയുന്നത്, ചേഞ്ച് ആവാനാണ് പറയുന്നത് കേട്ടോ. എയർ ഗാർഡിയൻ പറയുന്നത്. ഇവിടെ സമ്മർ ഉണ്ട്. സമ്മർ തരുന്ന മെസ്സേജസ് എന്നു വെച്ചാല് നിങ്ങളിൽ തന്നെയാണ് സന്തോഷം, നിങ്ങളിൽ തന്നെയാണ് വെളിച്ചം. അപ്പൊ നിങ്ങളുടെ വെളിച്ചവും നിങ്ങളുടെ സന്തോഷവും നിങ്ങൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. അതായത് നിങ്ങളിൽ തന്നെയുണ്ട് നിങ്ങളുടെ വെളിച്ചം, അല്ലെ? അപ്പൊ നിങ്ങളിൽ തന്നെ എല്ലാ കഴിവും ഉണ്ട്, നിങ്ങളാണ് എല്ലാം. അപ്പൊ നിങ്ങളിൽ തന്നെ എല്ലാം ഉണ്ട്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ തന്നെയാണ്, നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങളുടെ വെളിച്ചവും നിങ്ങളുടെ തന്നെയാണ്, അല്ലാതെ മറ്റാരിൽ നിന്നും അല്ല നിങ്ങൾക്കത് ലഭിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെ കണ്ട് നിങ്ങൾ കത്തി ജ്വലിക്കാനാണ് പറയുന്നത്. ഉള്ളിലെ വെളിച്ചം ഉപയോഗിച്ച് തന്നെ നിങ്ങൾ കത്തി ജ്വലിച്ച് സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം കണ്ടെത്താനാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് എല്ലാം, സന്തോഷവും സങ്കടവും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കണോ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. എപ്പോഴും നമ്മൾ സങ്കടപ്പെട്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാം. പക്ഷെ എനിക്ക് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കാൻ പറ്റില്ല, എനിക്ക് സന്തോഷത്തോടെ ഇരിക്കണം, അല്ലെ എന്റെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരണം എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ വിചാരിക്കുക ആരെങ്കിലുമൊക്കെ എന്നെ രക്ഷപ്പെടുത്താൻ വരും എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ ഇരിക്കുകയാണ്. നിങ്ങൾ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, എനിക്കൊന്നും വയ്യ, ഞാൻ തളർന്നു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്താഗതികൾ. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും വരില്ല. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു രക്ഷ നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് പോകണം. അപ്പൊ അതിനുള്ളത് എല്ലാ സൊല്യൂഷൻസും നമ്മളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് കണ്ടെത്തും. ആ ഒരു വെളിച്ചത്തിൽ ഉപയോഗിച്ച്, ആ വെളിച്ചം ഉപയോഗിച്ച് നമ്മൾ സന്തോഷം കൊണ്ടുവരാൻ, നമ്മുടെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ടുവരാൻ കഴിയും നമുക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് പോകാൻ, അതായത് നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കണ്ടെത്തി അത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ, നമ്മളുടെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റാൻ പറയുന്നുണ്ട് പലരോടും. ഇവിടെ മാജിക് ഗാർഡിയൻ നിങ്ങളോട് പറയുന്നതൊക്കെ തന്നെയാണ്. മാജിക് ഗാർഡിയൻ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിന്റെ മെസ്സേജ് ആണ്. ഈ മാജിക് ഗാർഡിയൻ പറയുന്ന ഇതാണ്, നിങ്ങൾ മാജിക് ആണ്, നിങ്ങളിൽ തന്നെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എന്ത് മാജിക് നിങ്ങളുടെ ലൈഫിൽ കാണിക്കാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ എന്ത് മാജിക്കും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവുണ്ട്, അതിനുള്ള പവർ ഉണ്ട്, അതിനുള്ള ശക്തിയുണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളുടെ ആ ഒരു പവർ കണ്ടെത്തി നിങ്ങളുടെ ലൈഫിൽ മാജിക് കാണിക്കൂ. നിങ്ങൾ ആരെയും നോക്കിയിട്ട് വല്ല, നിങ്ങൾ അങ്ങ് ചുറ്റിനും നോക്കുവാണ്, അവിടുന്ന് അവര് വരും, ഇവര് വരില്ല, അവര് തരും, ഇവര് തരുന്ന, അവര് രക്ഷിക്കുക, അങ്ങനെയല്ല. ചുറ്റിനും നിങ്ങൾ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കൂ, നിങ്ങളിൽ തന്നെ എല്ലാം ഉണ്ട്. നിങ്ങളിലേക്ക് നോക്കുക, നിങ്ങളുടെ ആ ഒരു പവറിലേക്ക് നോക്കുക. നിങ്ങളിലുണ്ട് നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ എല്ലാം പവർ എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ മറ്റൊരിടത്തേക്കും പോയി തിരയേണ്ട. നിങ്ങളിൽ മാജിക് ഉറങ്ങിക്കിടപ്പുണ്ട്. നിങ്ങൾക്ക് മാജിക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ലൈഫിൽ പല മാജിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ലൈഫിനെ ഉയർത്തി കൊണ്ടുവരാൻ കഴിയും എന്നാണ് പറയുന്നത്. നിങ്ങളാണ് മാജിക്. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ തന്നെയാണ്. നിങ്ങൾ ചുറ്റിനും നോക്കുന്നത് നിർത്തിയിട്ട് നിങ്ങളിലേക്ക് നോക്കൂ. നിങ്ങളിലേക്ക് നോക്കൂ എന്നാണ് പറയുന്നത്. അവിടെ എല്ലാം ഉണ്ട്. അവിടെ നിന്ന് നിങ്ങളിൽ തന്നെ എല്ലാത്തിനെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഇവിടെ നോക്കുന്നത് ചുറ്റിനും നോക്കുന്നത് നിർത്താനാണ് പറയുന്നത്, നിങ്ങളിലേക്ക് നോക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ആ കഴിവിനെയും പവറിനെയും ശക്തിയെയും തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കണം, ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കണം, ദൈവവുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആവണം. അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ദൈവം കാണിച്ചു തരും. അല്ലെങ്കിൽ നല്ലവണ്ണം മെഡിറ്റേഷൻ അറിയില്ല, നല്ലവണ്ണം കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് തെളിഞ്ഞു വരും കേട്ടോ. അപ്പോ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റ് ഒക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ലൈഫിലേക്ക് വേണ്ട അതിനെ മാനിഫെസ്റ്റ് ചെയ്യുക. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ മാത്രം നിങ്ങൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക.
ഇവിടെ ഡയറക്ഷൻ ഗാർഡിയൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലുണ്ട്. നിങ്ങൾക്ക് ഓരോ എങ്ങോട്ടേക്കാണ് പോവേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾക്ക് ഡയറക്ഷൻ ഗാർഡിയൻ ആണ് നിങ്ങൾക്ക് വേണ്ടുന്ന വഴി പറഞ്ഞു തരുന്നത്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നത്. അപ്പൊ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് നിങ്ങൾ ഡെയിലി എല്ലാ ദിവസവും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് പോകണം എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചൂസ് യുവർ പാത്ത്, നിങ്ങളുടെ പാത്ത് വഴി തിരഞ്ഞെടുക്കാനായിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പാത്ത് തിരഞ്ഞെടുത്ത് തരുന്നതാണ് നിങ്ങളുടെ ഡയറക്ഷൻ ഗാർഡിയൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് പാത്തിലൂടെ ഓരോ ദിവസം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഏത് പാത്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വഴിയാണെന്നുള്ളത് നിങ്ങളുടെ ഡയറക്ഷൻ ഗാർഡിയൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. നേരായ മാർഗത്തിലൂടെ പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, മനസ്സ് പറയുന്നത് പോലെ ചെയ്യാനാണ് പറയുന്നത്. അതാണ് ഗാർഡിയൻ ഏഞ്ചൽ പറയുന്നത്. നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കണം, എന്ത് വേണം, എന്താണ് ചൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കാനാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ഡയറക്ഷൻസ് ഉണ്ട്, പല വഴിയിലൂടെ. പക്ഷെ നിങ്ങൾക്ക് എല്ലാ വഴികളും നല്ലതായിരിക്കില്ല. നിങ്ങൾ റൈറ്റ് പാത്ത് തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. ശരിയായിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക, ശരിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. അതിൽ ശരിയായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ റൈറ്റ് പാത്തിലേക്ക് പോകാനാണ്, നേരായ വഴക്കത്തിലൂടെ പോകാൻ പറയുന്നുണ്ട്. അവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും. നിങ്ങൾ നല്ലതെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കണം. അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കരിയർ ഡെവലപ്പ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ ഹാപ്പിനെസ് ആക്കി വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിങ്ങളോട് പീസ് കീപ്പർ പറയുന്നു എന്ന് ഏഞ്ചൽ പറയുന്നു. ലെറ്റ് ഗോ, എല്ലാം നിങ്ങൾ ആവശ്യമില്ലാത്തതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ മറക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും വ്യക്തിയുടെ പുറകെ ആവശ്യമില്ലാതെ ഫോളോ ചെയ്ത് പോവാണ്, അയാളിൽ നിന്ന് നിങ്ങൾക്ക് യാതൊന്നും ലഭിക്കുന്നില്ല, ഏതൊരു സന്തോഷവും ഇല്ല, നിങ്ങൾ അയാളുടെ ഓർമ്മകളുമായിട്ടിരിക്കും, അല്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്ത് പോവാണേ, നിങ്ങൾ പോകുന്നവരോട് പറയുന്നുണ്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അത് ആ ഒരു വ്യക്തി നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ മറക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വഴിയെ നീഡ് ടു ബി റൈറ്റ്, നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന വഴി, നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് നല്ലത് ലഭിക്കുന്ന വഴിയെ പോകാൻ പറയുന്നുണ്ട്. റൈറ്റ് പാത്തിലൂടെ പോകാൻ പറയുന്നു. അതുപോലെ ഇത് 5 കപ്പ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പുതിയ നല്ലത് ആവശ്യമുള്ളതിനെ ലൈഫിലേക്ക് എടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പീസ് കീപ്പർ, നിങ്ങളുടെ പീസ് കീപ്പർ. എങ്കിലേ നിങ്ങൾക്ക് സന്തോഷവും സമാധാനം നിങ്ങളുടെ ലൈഫിൽ വരികയുള്ളൂ എന്നാണ് പറയുന്നത്. പീസ് കീപ്പർ പറയുന്നത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് പീസ് ആൻഡ് ഹാപ്പിനെസ്. നിങ്ങൾ സന്തോഷവും സമാധാനവുമാണ് ചൂസ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ സന്തോഷവും സമാധാനവും ചൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ സങ്കടങ്ങളിലൂടെയും ദേഷ്യത്തിലൂടെ ഒക്കെ പോയാൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ആകും. നിങ്ങളുടെ എനർജി സേവ് ചെയ്യണമെങ്കിൽ സന്തോഷത്തിലൂടെ പോവാം, സമാധാനത്തിലൂടെ പോവാനാണ് പറയുന്നത് കേട്ടോ. എങ്കിലേ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. എനർജി വേസ്റ്റ് ആക്കിയാൽ നിങ്ങൾ തളർന്നു പോകും കേട്ടോ, നിങ്ങൾക്ക് ലോസ് ആകും. അപ്പൊ അതുകൊണ്ട് എനർജി വേസ്റ്റ് ആകാതെ നോക്കുക. നിങ്ങൾ ലെറ്റ് ഗോ, പഴയതിനെയൊക്കെ ലെറ്റ് ഗോ ചെയ്യുക, അല്ലെ ആവശ്യമില്ലാത്തതിനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുക കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത്തരം കാര്യങ്ങൾ, നിങ്ങൾക്ക് നല്ലത് തരാത്ത, അല്ലെങ്കിൽ നല്ലത് നിങ്ങളോട് സംസാരിക്കാത്ത, നല്ല കാര്യങ്ങൾ ഉപദേശിച്ചു തരാത്ത, നല്ലത് പറഞ്ഞു തരാത്ത, നിങ്ങളോട് അസൂയയും കുശുമ്പുമുള്ള വ്യക്തികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാൻ പറയുന്നുണ്ട്. റൈറ്റ് പാത്ത്, നിങ്ങൾക്ക് നല്ല വഴി പറഞ്ഞു തരുന്നവരുടെ കൂടെ നിൽക്കുക. അല്ലാത്ത വ്യക്തികളെ നിങ്ങൾ തന്നെ ആ വ്യക്തികളിൽ നിന്ന് മാറിപ്പോവുക കേട്ടോ. അതാണ് പറയുന്നത്. നിങ്ങൾ റൈറ്റ് ആയിട്ട് നിങ്ങൾ പോകേണ്ട പാത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ലാത്തതിനൊക്കെ ലെറ്റ് ഗോ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ മൗണ്ടൻസ് പറയുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. ഈ മൗണ്ടൻസ് അവര് നിൽക്കുന്നത് എവിടെയാണ്? എർത്തിലാണ്, ഭൂമിയിലാണ് അല്ലെ. ഭൂമിയിൽ ടച്ച് ചെയ്താണ് മൗണ്ടൻസ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ പോലെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. റൂട്ട്, നിങ്ങളുടെ അടിസ്ഥാനം വിളകാൻ പാടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, മറ്റൊരാൾ പറയുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നും, വേറൊരാൾ പറയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. ആ ഒരു സിറ്റുവേഷനിലൂടെ പോവാതെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണം. നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. ഏതൊരു കാര്യത്തിനും സ്വന്തമായ ഒരു അഭിപ്രായമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിരിക്കണം നിങ്ങൾ, അതാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ഉറച്ചു നിൽക്കുക, ഏതൊരു കാര്യത്തിനും ഉറച്ചു നിൽക്കണം.
അങ്ങോട്ടും ഇങ്ങോട്ടും അടിപതറാൻ പാടില്ല. മറ്റുള്ളവർ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കണം, നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കണം ഏതൊരു കാര്യത്തിലും. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. എങ്കിലാണ് അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങളെ വിശ്വസിക്കാനും പറ്റുകയുള്ളൂ എന്നതാണ് കേട്ടോ. നിങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്ന ഒരു വ്യക്തി ആവരുത്. ഏതൊരു കാര്യത്തിനും അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്, ഏതൊരു കാര്യത്തിലും. ഇതൊക്കെയാണ് ഏഞ്ചൽസിന് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. അപ്പൊ ഈ പറഞ്ഞ ഏഞ്ചൽസ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മെസ്സേജസിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസിലേക്ക് വരാൻ പറ്റും. നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിയിൽ സക്സസ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് സന്തോഷങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊക്കെ വരാതെ തടസ്സപ്പെട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരോടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങൾ വരാൻ എന്താണ് ഡിലേ ആവുന്നത്, എന്താണ് തടസ്സങ്ങൾ എന്ന് നിങ്ങൾ ആലോചിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളോടാണ് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസും ഓരോരോ ഏഞ്ചൽസ് തന്ന മെസ്സേജസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അവർ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന മെസ്സേജസ് ആണ്. അത് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ വിജയമുണ്ട്, സക്സസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. ഇതൊക്കെ നിങ്ങൾ താല്പര്യമുള്ളവർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് റെസിനേറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുന്നെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.